നമസ്കാരം. തിരുവണ്ണാമലയിൽ കാണാൻ പറ്റാത്ത ശിവഭഗവാന്റെ തിരുമുടി ബ്രഹ്മദേവൻ ദർശിച്ച സ്ഥലമെന്നും ബ്രഹ്മദേവന് ശിവഭഗവാൻ ശിവദീക്ഷ കൊടുത്ത ക്ഷേത്രമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും സന്താന ഭാഗ്യത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு മരകതാംബികെ സമേത മാർഗബന്ധീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ വേലൂർ ജില്ലയിൽ പാലാറ്റിൻകരയിൽ തിരുവിരിഞ്ചിപുരം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ മാർഗബന്ധീശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി, മരകതാംബികെ, കൃപാസമുദ്ര അമ്പാൾ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും ബ്രഹ്മദേവന് ശിവഭഗവാൻ ഉപദേശവും ശിവദീക്ഷയും കൊടുത്ത സ്ഥലവും ബ്രഹ്മദേവൻ ശിവഭഗവാന്റെ തിരുമുടി കണ്ട സ്ഥലവുമാണെന്നാണ് പുരാണങ്ങൾ. ജാതകത്തിൽ വാഹന വിപത്ത് കണ്ടമുള്ളവർ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ദോഷം പരിഹരിക്കാൻ ഉതകും എന്നാണ് പറയുന്നത്. പുരാണങ്ങളിൽ ഈ പ്രദേശത്തിന് വിഷ്ണുപുരം, ഭാസ്കര ക്ഷേത്രം, ക്ഷീരമാനദി, ഗൗരിപുരം, വിരിഞ്ചിപുരം, മാർഗബന്ധീശ്വരം എന്നിങ്ങനെ പല നാമങ്ങളുണ്ട്. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെ പറ്റി തിരുപ്പുകളിൽ പാടിയിട്ടുണ്ട്. ഇതൊരു വൈപ്പ് സ്ഥലമായും അറിയപ്പെടുന്നു. അദ്വൈത സിദ്ധാന്തത്തിന്റെ പിന്മുറക്കാരനായിരുന്ന അപ്പയ്യ ദീക്ഷിതരുടെ ജന്മസ്ഥലവും ഇവിടെയാണ്. പങ്കുനി മാസത്തിലെ ചില ദിവസങ്ങളിൽ സൂര്യൻ തന്റെ പ്രകാശകിരണങ്ങൾ കൊണ്ട് മൂലവർക്ക് അർച്ചന ചെയ്യുന്നു. കോവിലിന്റെ ഉൾപ്രകാരത്തിലുള്ള സ്ഥലവൃക്ഷം പനമരത്തിൽ ഒരു വർഷം കറുത്ത നിറത്തിലുള്ള കായ്കളും അടുത്ത വർഷം വെള്ളനിറത്തിലുള്ള കായ്കളുമാണ് കായ്ക്കുന്നത്. അതല്ലാതെ ആദ്യകാലത്ത് സമയമറിയാൻ ഉപയോഗിച്ചിരുന്ന കാലം കാട്ടും കല്ലും ഇവിടെയുണ്ട്. അർദ്ധചന്ദ്രാകൃതിയിൽ 1 മുതൽ 12 വരെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ കല്ലിൽ മേൽഭാഗത്ത് നിന്ന് ഒരു ചെറിയ കമ്പ് നീട്ടിയാൽ ആ നിഴൽ ഏത് അക്കത്തിൽ വീഴുമോ അതാണ് അപ്പോഴത്തെ സമയം എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. തങ്ങളിൽ ആരാണ് ഉന്നതൻ എന്ന തർക്കത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ ശിവഭഗവാന്റെ മുടി തേടി അരയന്ന പക്ഷിയായി ബ്രഹ്മാവും കാലടികളെ തേടി വരാഹരൂപമെടുത്ത് മഹാവിഷ്ണുവും പോയ കഥ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. തിരുവണ്ണാമലയിൽ താഴമ്പൂവിനെ സാക്ഷി നിർത്തി ശിവഭഗവാന്റെ മുടി കണ്ടു എന്ന് കള്ളം പറഞ്ഞ ബ്രഹ്മാവിനെയും നുണയ്ക്ക് കൂട്ടുനിന്ന താഴമ്പൂവിനെയും ശിവഭഗവാൻ ശപിക്കുകയും പിന്നീട് ഇരുവർക്കും ശാപമോക്ഷം നൽകിയ സ്ഥലം തിരു ഉത്തരകോശമംഗയിലാണെന്നതിനും തർക്കമില്ല. ഈ സംഭവത്തിനു ശേഷം ബ്രഹ്മദേവന് മനസമാധാനം നഷ്ടപ്പെട്ടു. അദ്ദേഹം ഈ പ്രദേശത്തെത്തി പാർവതി ദേവിയോട് തന്റെ സങ്കടം പറഞ്ഞു. ദേവി ഇവിടെ ശിവഭഗവാനെ തപസ്സിരിക്കാൻ ബ്രഹ്മദേവനോട് നിർദ്ദേശിച്ചു. ബ്രഹ്മദേവൻ അപ്രകാരം ബ്രഹ്മതീർത്ഥം സൃഷ്ടിച്ച് സ്വയംഭൂവായ ശിവലിംഗത്തെ പൂജിച്ചു വന്നു. പിന്നീട് ബ്രഹ്മദേവന്റെ ആഗ്രഹപ്രകാരം ഈ പ്രദേശത്ത് പിറക്കാൻ ഭഗവാൻ ബ്രഹ്മാവിന് അനുമതി കൊടുത്തു. അങ്ങനെ ഈ പ്രദേശത്ത് വിരിഞ്ചിപുരം പെരുമാനെ ആരാധിക്കുന്ന ശിവനാഥൻ നയനാനന്ദിനി ദമ്പതികൾക്ക് മകനായി ശിവശർമ്മൻ എന്ന നാമത്തിൽ ബ്രഹ്മദേവൻ അവതരിച്ചു. മകന് ഉപനയനവും ശിവപൂജയ്ക്കുള്ള ദീക്ഷയും കൊടുക്കുന്നതിന് മുമ്പേ പിതാവ് മരണപ്പെട്ടു. മകന് ഉപനയനത്തിനുള്ള സമയമെത്തിയപ്പോൾ അത് നടത്താൻ മാതാവ് ബന്ധുക്കളോട് ആവശ്യപ്പെട്ടു. അതിന് ബന്ധുക്കൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല, പൂജ ചെയ്യാനുള്ള അവകാശവും സ്വത്തുക്കളും ബന്ധുക്കൾക്ക് എഴുതി കൊടുക്കണമെന്ന് വാശി പിടിച്ചു. ദുഃഖിതയായ ശിവശർമ്മന്റെ മാതാവ് ഭഗവാനെ ശരണമടഞ്ഞു. അവരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ശിവഭഗവാൻ ബ്രഹ്മതീർത്ഥത്തിൽ മകനെ നീരാടിച്ച ശേഷം തീർത്ഥക്കരയിൽ കാത്തിരിക്കാൻ നിർദ്ദേശിച്ചു. സ്വപ്ന ദർശനം കിട്ടിയത് ഒരു കാർത്തിക മാസം ശനിയാഴ്ച. പിറ്റേന്ന് അതിരാവിലെ മാതാവും പുത്രനും ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം ബ്രഹ്മതീർത്ഥക്കരയിൽ തയ്യാറായിരുന്നു. ആ സമയം ഒരു വൃദ്ധബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന ശിവഭഗവാൻ കുട്ടിക്ക് 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 18 പുരാണങ്ങൾ, 64 കലകൾ എന്നിവ ഉപദേശിച്ച് ശിവദീക്ഷയും കൊടുത്ത് മഹാലിംഗമായി ക്ഷേത്രകുളത്തിൽ അപ്രത്യക്ഷമായി. ഭഗവാൻ സ്വപ്നത്തിൽ നിർദ്ദേശിച്ചതനുസരിച്ച് അവിടം ഭരിച്ചിരുന്ന രാജാക്കന്മാർ കുട്ടിയെ അഭിഷേകക്കുടത്തോടെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. കുട്ടി ആലയത്തിന് മുന്നിലെത്തിയതും ആലയത്തിന്റെ പൂട്ടിയിരുന്ന കതക് താനെ തുറന്നു. കുട്ടി ക്ഷേത്രത്തിലെ സ്വർണ്ണ വിനായകർക്ക് ആദ്യം അഭിഷേകം നടത്തി. പക്ഷേ മൂലവർക്ക് അഭിഷേകം നടത്താനും മാല ചാർത്താനും ഉയരം മതിയാവാത്തതിനാൽ വിഷമിച്ച് കുട്ടി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. ഉടനെ ശിവലിംഗത്തിന്റെ ശിരസ് കുനിച്ച് ഭഗവാൻ ശിവശർമ്മന്റെ അഭിഷേക ആരാധനകൾ ഏറ്റെടുത്തു. തിരുവണ്ണാമലയിൽ കിട്ടാത്ത സൗഭാഗ്യം ബ്രഹ്മദേവന് ഇവിടെ ലഭിച്ചു. സൃഷ്ടികർത്താവായി വിളങ്ങിയപ്പോൾ ബ്രഹ്മദേവന് കാണാൻ കിട്ടാത്ത അല്ലെങ്കിൽ ഭഗവാൻ കാണിക്കാത്ത തിരുമുടി കുട്ടിയായി ബ്രഹ്മദേവൻ വന്ന് സങ്കടപ്പെട്ടപ്പോൾ ഭഗവാൻ കാണിച്ചു. അന്ന് കാർത്തിക മാസം അവസാന ഞായറാഴ്ച. വിരിഞ്ചൻ എന്നൊരു നാമവും ബ്രഹ്മാവിനുള്ളതിനാൽ ഇവിടം വിരിഞ്ചിപുരം എന്നറിയപ്പെട്ടു. ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും അന്നേ ദിവസം രാത്രി കോവിൽ വർണ്ണവിളക്കുകളാൽ പ്രകാശിച്ചിരിക്കും. പാലാറിലും ഇവിടെയുള്ള ബ്രഹ്മതീർത്ഥത്തിലും ആദിശങ്കരാചാര്യരാൽ ബീജപ്രതിഷ്ഠ നടത്തി യന്ത്രസ്ഥാപനം ചെയ്യപ്പെട്ട സിംഹതീർത്ഥത്തിലും നീരാടിയ ശേഷം സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന സ്ത്രീകൾ നനഞ്ഞ വസ്ത്രത്തോടെ രാത്രി കോവിൽ മണ്ഡപത്തിൽ ഉറങ്ങുന്നു. അവരുടെ സ്വപ്നത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ പുഷ്പം, പാൽ, വിളക്ക്, തൊട്ടിൽ, കുഞ്ഞ് എന്നിങ്ങനെ മംഗളകരമായ വസ്തുക്കൾ കാണുന്ന പക്ഷം ആ വർഷം തന്നെ സന്താനഭാഗ്യം കിട്ടുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. ആ ഭാഗ്യം സിദ്ധിച്ച ഭക്തർ ക്ഷേത്രത്തിലുള്ള പ്ലാവ് മരത്തിൽ തൊട്ടിൽ കെട്ടിയും കുഞ്ഞിന് ഭഗവാന്റെ പേര് നൽകിയും തുലാഭാരം നടത്തിയും കാണിക്ക സമർപ്പിച്ചും തങ്ങളുടെ വഴിപാട് നിറവേറ്റുന്നു.
സന്താനഭാഗ്യത്തിനായി ഈ ദിവസം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ധാരാളം ഭക്തരെത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. സിംഹതീർത്ഥത്തിൽ നീരാടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ആഭിചാരദോഷം നീങ്ങും എന്നും വിശ്വാസമുണ്ട്. വേറൊരു ഐതിഹ്യം. ധനപാലൻ എന്ന കുന്തളദേശത്തെ കുരുമുളക് വ്യാപാരിക്ക് കള്ളന്മാരാൽ തന്റെ വിളവ് നഷ്ടപ്പെട്ടു. വ്യാപാരി ശിവഭഗവാനെ പ്രാർത്ഥിച്ചതും ഭഗവാൻ ഒരു പടയാളിയുടെ രൂപത്തിൽ കുതിരപ്പുറത്ത് വന്ന് കുരുമുളക് ചാക്കുകൾ കള്ളന്മാരിൽ നിന്നും തിരിച്ചെടുത്തു കൊടുത്ത് കാഞ്ചീപുരം വരെ അദ്ദേഹത്തെ അനുഗമിച്ചു. ഭഗവാന്റെ തിരുവിളയാടൽ മനസ്സിലാക്കിയ വ്യാപാരി 3 കുരുമുളക് ചാക്കുകൾ വിറ്റ ധനം ഭഗവാന് സമർപ്പിച്ചു. വഴിയിൽ തുണയായി വന്നതിനാൽ ഭഗവാന് വഴിത്തുണൈനാഥർ, മാർഗസഹായർ, മാർഗബന്ധീശ്വരർ എന്നെല്ലാം നാമം വന്നു. മാർഗബന്ധീശ്വര സ്തോത്രം ഉരുവിടുന്ന ഭക്തർക്ക് ഭഗവാൻ യാത്രയിൽ തുണയായി വരുമെന്നാണ് വിശ്വാസം. ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മയ്ക്കായി വർഷാവർഷം കോവിലിൽ പാർവേട്ട എന്ന ചടങ്ങ് നടത്തുന്നുണ്ട്. ഏകദേശം 1300 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 110 അടി ഉയരത്തിൽ കിഴക്ക് ദർശനമായ 7 നില രാജഗോപുരത്തോടും 5 പ്രകാരങ്ങളോടെയും ശക്തിമണ്ഡപം, നൂറുകാൽ മണ്ഡപം, കല്യാണ മണ്ഡപം, അലങ്കാര മണ്ഡപം, മഹാമണ്ഡപം എന്നിങ്ങനെ പല ശില്പവേലകളോടെയുള്ള മണ്ഡപങ്ങളോടും കൂടിയ വിരിഞ്ചിപുരം അരുൾമികു മാർഗബന്ധീശ്വരർ കോവിൽ പല്ലവ രാജാക്കന്മാരും ചോഴരാജാക്കന്മാരും വിജയനഗര സാമ്രാജ്യ അധിപതികളും പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്ക് വാതിലിൽ കൂടി സിദ്ധന്മാരും മുനിമാരും ഭഗവാനെ കാണാനെത്തുന്നു എന്നാണ് വിശ്വാസം. തിരുവാരൂർ തേരഴക്, മന്നാർഗുഡി മതിലഴക് എന്നതുപോലെ ഇവിടെയും 42 അടി ഉയരമുള്ള മതിലഴക് പ്രകടമാണ്. വേലൂരിലെ തന്നെ വലുതും പുരാതനവുമായ കോവിലാണിത്. അരുണാചല പുരാണം, ശിവരഹസ്യം, കാഞ്ചി പുരാണം എന്നിങ്ങനെയുള്ള പല പുസ്തകങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. കിഴക്കിലുള്ള രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ധ്വജസ്തംഭം, ബലിപീഠം, നന്ദി ഭഗവാൻ. ദേവീസന്നിധിക്ക് മുന്നിലും ധ്വജസ്തംഭമുണ്ട്. ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന പ്രധാന കരുവറയിൽ ഗജപൃഷ്ഠ വിമാനത്തിന് താഴെ രുദ്രാക്ഷ പന്തലിന് കീഴിൽ ശ്രീപരമേശ്വരൻ മാർഗബന്ധീശ്വരർ എന്ന നാമത്തിൽ കുറച്ച് ഉയരമുള്ള സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി അനുഗ്രഹം ചൊരിയുന്നു. ബ്രഹ്മദേവന് ശിവദീക്ഷ കിട്ടിയ ഇവിടെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാപ്തിയും ഭക്തിയും അനുസരിച്ച് ഭഗവാന്റെ ദീക്ഷ ലഭിക്കുമെന്നാണ് വിശ്വാസം. ബ്രഹ്മദേവന്റെ പൂജ ഏറ്റുവാങ്ങാൻ ശിരസ് കുനിച്ചതിനാൽ ശിവലിംഗം അല്പം ചരിഞ്ഞാണിരിക്കുന്നത്. കിഴക്ക് ദർശനമായി തനിക്കോവിലാണ് അമ്പാൾ സന്നിധി. ദേവി ഇവിടെ മരകതാംബികെ, കൃപാസമുദ്ര അമ്പാൾ എന്നീ നാമങ്ങളിൽ 4 കരങ്ങളോടെ നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. കൈലാസത്തിൽ ഒരു നാൾ ശിവഭഗവാൻ കറുത്ത വർണ്ണത്തിലുള്ള ഉമയെ ഹേ ശങ്കരി എന്ന് വിളിച്ചപ്പോൾ ദുഃഖിതയായ ഭഗവതി ഇവിടെ എത്തി ഗൗരി തീർത്ഥം സൃഷ്ടിച്ച് നീരാടി ഒറ്റക്കാലിൽ 5 അഗ്നികുണ്ഡങ്ങൾക്ക് നടുവിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ദേവിയുടെ സ്വർണ്ണവർണ്ണ നിറം തിരിച്ചു കിട്ടി ഭഗവാനോട് ചേർന്നു എന്നൊരു ഐതിഹ്യവും ഇവിടെയുണ്ട്. ഇവിടെയുള്ള പനമരം ഈ ഐതിഹ്യത്തെ സൂചിപ്പിക്കുന്നതാണെന്നും ഭക്തജന അഭിപ്രായമുണ്ട്. ഇവിടം സന്ദർശിച്ച് ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിക്കുന്നവർക്ക് വിദ്യാഭ്യാസ ഉന്നതി കൈവരും എന്നും വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, വള്ളിദേവിയാനി സമേത മുരുകൻ, വാസുദേവ പെരുമാൾ, ബ്രഹ്മാവ്, ദക്ഷിണാമൂർത്തി, 3 ഭൈരവർ, ദുർഗ, യുഗലിംഗങ്ങൾ, 1008 മഹാലിംഗം, 108 മഹാലിംഗം, പഞ്ചമുഖ സദാശിവലിംഗം, കാരക്കാലമ്മയാർ, 63 നായന്മാർ, ചണ്ഡികേശ്വരർ, പിച്ചാടനർ, നടരാജർ, നവഗ്രഹങ്ങൾ, ശനീശ്വരൻ, സൂര്യൻ, രാമലിംഗസ്വാമികൾ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. ക്ഷേത്രവൃക്ഷം പനമരം. ക്ഷേത്രതീർത്ഥം സിംഹതീർത്ഥം, ഗൗരീതീർത്ഥം, ബ്രഹ്മതീർത്ഥം, പാലാറ്. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പങ്കുനി ബ്രഹ്മോത്സവം 10 നാൾ, കാർത്തിക മാസത്തിൽ ശംഖാഭിഷേകം, ആടിപ്പൂരം, ശിവരാത്രി, നവരാത്രി, പൗർണമി അന്നാഭിഷേകം, പ്രദോഷം, അമാവാസി, തൃക്കാർത്തിക, കന്ദഷഷ്ടി, വൈകാശി വിശാഖം, സങ്കടഹര ചതുർത്ഥി, തമിഴ് ആംഗില പുതുവർഷ ദിനം, ദീപാവലി, പൊങ്കൽ എന്നിങ്ങനെയുള്ള ഉത്സവങ്ങളും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ വേലൂരിൽ നിന്ന് 13 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വിരിഞ്ചിപുരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.